ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൻസ വൈബ്. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഈസി ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നമ്മളിത് മിക്സിയിലാണ് അടിക്കുന്നത്. ഒരു 25 അല്ലി വെളുത്തുള്ളി, ഒരു 10 തൊലി കളഞ്ഞ ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഇഞ്ചി, ഒരു കഷ്ണമാണ് ഞാൻ ഇഞ്ചി ഇവിടെ എടുത്തേക്കുന്നത്, ഒരു 10 വറ്റൽ മുളക്, അതിനുശേഷം ആവശ്യത്തിന് കരിവേപ്പില, പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്ത് ചേർക്കുകയാണ്. ഇത് ഞാനൊരു 2 കിലോ കോഴിക്കുള്ള ചേരുവകളാണ് കേട്ടോ ഈ മിക്സിയിൽ ചേർക്കുന്നത്. അതിനുശേഷം ഇത് ഒരു സ്പൂണ് ജീരകം നല്ലതായിട്ട് അത് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇത് മാറ്റി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് നന്നായി പുരട്ടി കൊടുക്കുക. നല്ലവണ്ണം പുരട്ടി വെച്ച് ഒരു 15 മിനിറ്റോളം ഇത് നല്ലതായിട്ട് പുരട്ടി വെച്ചിട്ട് എല്ലായിടത്തും ഈക്വലി ആവണം കേട്ടോ. അതിന് ശേഷം ഇത് മാറ്റി വെക്കണം. ഒരു 15 മിനിറ്റിലേക്ക് ഇത് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കണം. അടുത്തതായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് 2 പച്ചമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, പിന്നെ 1 കപ്പ് കോൺഫ്ലവർ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഇത് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. കോൺഫ്ലവർ പൗഡർ കട്ട കെട്ടാതെ വേണം, നന്നായി ഇളക്കി വേണം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇളക്കി യോജിപ്പിച്ച് നല്ലതായി മസാലയെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്ത് എണ്ണ ചൂടാക്കി നല്ല ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ എണ്ണ ചൂടാക്കുമ്പോഴേക്കും വയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഇടുമ്പോഴേക്കും നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ല ക്രിസ്പി ആകുന്നത് വരെ, നല്ലൊരു കളറ് മാറുന്ന വരെ, ബ്രൗൺ കളർ മാറുന്നത് വരെ നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.